ഇന്ന് രാവിലെ മുതൽ കുറേ ആൾക്കാർ നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ ഫാദറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ലിങ്ക് അയച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മളെ വിവി ഹിയറിൽ മാത്രമായിരിക്കും ഇൻ്റർവ്യൂ, അവിടെ തീർന്നു കാണും, ഇനിയിപ്പോൾ വേറൊരു ചാനലിലും കൊടുത്ത് കാണില്ലാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കുണ്ട് മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലിൽ മുപ്പൊരു വീണ്ടും ഒരു ഇൻ്റർവ്യൂ, അതും പള്ളീൻ്റെ മുന്നിൽ നിന്ന്. ഞാൻ സീരിയസ് ആയിട്ടൊരു കേസ് പറയട്ടെ, നല്ല രീതിയിലുള്ള കമൻറ്റ് ബോക്സിൽ ഇങ്ങനെക്കെതിരെ ഒരു ഹെയ്റ്റും പിന്നെ ഈ ജാസ്മിനെതിരെയുള്ള ഒരു ഹെയ്റ്റും കൂടാനല്ലാതെ ഇതൊന്നും കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ആളുകളിലേക്ക് ഈ ഒരു ഇഷ്യൂ കൺവേ ആയത് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നലെ ഏകദേശം വിവി ഹിയറിൻ്റെ വീഡിയോയിൽ മൂപ്പര് ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൂപ്പര സിറ്റുവേഷൻ ആളുകൾക്ക് കൺവിൻസ് ആയി എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ കുറേ ചാനലിൽ ഇതേമാതിരി ഇൻ്റർവ്യൂ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ജാസ്മിൻ്റെ ഉപ്പയും വ്യൂസിന് വേണ്ടിയിട്ട് എന്നുള്ള പേര് ഇപ്പം എങ്ങനെയാണോ നമ്മൾ യൂട്യൂബേഴ്സിനെ പറയുന്നത് അതുപോലെ തന്നെ ആളുകൾ നിങ്ങളിപ്പോൾ ഈ സിറ്റുവേഷനിൽ വ്യൂസിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും. ഏത് വ്യൂസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ വെളുപ്പിക്കാനാണോ എന്നുള്ള ചോദ്യം വരും. സോ ബെറ്റർ അതവിടെ തീർന്നു, അതവിടെ ഡ്രോപ്പായി. ഇനി ജാസ്മിൻ മുന്നോട്ട് ഗെയിം കളിക്കട്ടെ. ആ സിറ്റുവേഷൻ ഇപ്പോൾ ബിഗ് ബോസ് തന്നെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഏത് പേഴ്സണൽ കാര്യമാണ്, ഹ്യൂമാനിറ്റി ബേസിസിൽ അവർക്ക് പുറത്ത് വിടാൻ താല്പര്യമില്ല, വേണ്ട, വിട്ടു, കഴിഞ്ഞു, ഡ്രോപ്പ് ഇറ്റ് ദെയർ. ഇപ്പം എന്താണെങ്കിലും ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നോക്കിയിട്ട്, അതായത് ആ ട്രോൾ വീഡിയോ ഞാൻ വെക്കുന്നില്ല, ഞാൻ ആ ആക്ച്വൽ ഇൻ്റർവ്യൂ കൊടുത്ത ഇൻ്റർവ്യൂ അല്ല, പള്ളീൻ്റെ മുന്നിൽ നിന്നാണ്. ഇങ്ങനെ പള്ളീൻ്റെ മുന്നിൽ തന്നെ പോയിട്ട്, അതായത് ആ പള്ളിക്കാരും കൂടി മൂപ്പരവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. മൂപ്പരെ പള്ളീൻ്റെ മുന്നിൽ നിന്നായിരിക്കണം അവർക്ക് കിട്ടിയത്. എന്നാണെങ്കിൽ മൂപ്പര അവിടുന്ന് കുറച്ച് കാര്യം പറയുന്നുണ്ട്. എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന്, ഇതാണ് എൻ്റെ ജമാഅത്ത്. ഇരിക്കുന്നവരൊക്കെയാണ്, അതുകൊണ്ട് അകത്ത് നിൽക്കുന്ന പ്രസിഡന്റ്, ഇത് മുൻ പ്രസിഡന്റാണ്, ഈ ഇരിക്കുന്ന ആള്. ഇവരെ ആരുടെങ്കിലും നിങ്ങൾക്ക് വേണേൽ ഒപ്പീനിയൻ എടുക്കുക, എന്നെ പുറത്താക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇത് എനിക്ക് നോയമ്പില്ല, എൻ്റെ ഭാര്യയ്ക്ക് നോയമ്പുണ്ട്, മകന് നോയമ്പുണ്ട്, നോയമ്പ് കഞ്ഞി മേടിക്കാൻ വന്നേ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ മൂപ്പരിവിടെ മറ്റേ പള്ളിക്കാര പ്രശ്നം, പള്ളിക്കാര പ്രശ്നം എനിക്ക് തോന്നുന്നില്ല അതൊരു ഭയങ്കര സംഭവമായിട്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ കുറേ പേര് ഇപ്പോൾ ഈ ജാസ്മിൻ്റെ സ്പ്രേയുടെ കേസ്, തട്ടത്തിൻ്റെ കേസ്, ഒരു മതപരമായ സാധനങ്ങളൊക്കെ പറഞ്ഞുള്ളൊരു കുത്തൽ നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഒരു സോഷ്യൽ മീഡിയയിൽ ഇതിന് മുമ്പേ ഉള്ളൊരു സംഗതിയാണ്. ജാസ്മിൻ അത്യാവശ്യം ഇതിനിടയിൽ ഒരു ഹെയ്റ്റും വന്നിട്ടുണ്ടായിരുന്നു, അറിയാലോ, കുറേ വേറെ ഇഷ്യൂസൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ ഇത് കുത്തിപ്പൊങ്ങി വന്നിട്ടുമുണ്ട്. അതിനിടയിൽ ഒരു കളറിൻ്റെ സാധനം വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഈസി ഗോയിങ് അല്ല ജാസ്മിൻ ജാഫറിന് ഉണ്ടായിരുന്നത്. അത്യാവശ്യത്തിന് ഇതിനു മുമ്പും സൈബർ ബുള്ളിങ്ങും സാധനങ്ങളൊക്കെ ജാസ്മിനെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മതം എലമെൻറ്റ് ഒന്നും കൂടിയും ഈ പള്ളിക്കാരിടപെട്ടു എന്നൊക്കെ പറയുമ്പോൾ വരുമല്ലോ. അപ്പോൾ അത് മൂപ്പരോട് ക്ലിയർ ചെയ്ത് കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പള്ളിക്കാരോട് ചോദിക്കണം, ഇവിടെ ഒന്ന് ചോദിച്ചോളാം എന്നുണ്ട്. ഫെയർ ഇനഫ്, അതവിടെ പോട്ടെ. ഇനി അടുത്ത് ബേക്കറിയിൽ ജ്യൂസ് കുടിക്കുന്നുണ്ടെന്ന് സീക്രട്ടായിട്ട്, ഞാൻ ബേക്കറി വന്നിന്ന് മൂത്രം ഒഴിക്കുന്നുണ്ട്, ബാക്കി എന്താ സീക്രട്ടാന്നൊക്കെ പറയുന്നത്. ഇവനെയൊക്കെ പോയി പണി നോക്കാൻ ലിപ്പിലാട്ടോ, ജാസ്മിൻ്റെ വരും കല്ലിപ്പിലാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂപ്പര ഒന്നില്ലെങ്കിൽ ഒരു ഉപ്പയാണ്, പ്രായം നോക്കണം, പിന്നെ മൂപ്പർക്ക് വയ്യാത്തയാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ വീണ്ടും അത് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ജാസ്മിനെ ഇപ്പം ജാസ്മിൻ നന്നായിട്ട് കളിച്ചാലാണ്. ഇപ്പം ജാസ്മിൻ നന്നായി കളിക്കുന്നൊരു പ്ലെയറാണ്. ആകെ ആ ഒരു ഗബ്രി റിലേഷൻ ആളുകളിലേക്ക് എത്തിയത്. ഇപ്പോൾ ഒന്നും വേണ്ട, ഞങ്ങൾ 3 ആളിരുന്ന് വീഡിയോ ഇടുമ്പോൾ ഞാനും ജിത്തുവായും സ്നേഹി ഇരുന്ന് വീഡിയോ ഇടുമ്പോൾ പിന്നെ ജിത്തുവായിക്കും സ്നേഹിക്കും ഈ സംഗതി വേറൊരു രീതിയിലാണ് കൺവേ ആവുന്നത്. എനിക്ക് തോന്നുന്നൊരു മെജോറിറ്റി ക്രൗഡിനും ഇത് കൺവേ ആവുന്നത് വേറൊരു രീതിയിലാണ്. അതായത് അവരൊരു എന്താ പറയുക, ടിപ്പിക്കൽ മല്ലു ക്രൗഡ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം. ഒരു പ്രോഗ്രസീവ് മൈൻഡ് സെറ്റിൽ എത്ര പേര് കാണുന്നുള്ളത് നമുക്കറിയില്ല, അത് വളരെ കുറവായിരിക്കും. അതൊക്കെ ഇനി കമ്മിങ് ഇയേഴ്സിൽ ഇവോൾവ് ആയി വന്നു എന്നേ പറയാൻ പറ്റൂ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈവൻ ജാസ്മിൻ്റെ ഫാദറും പറയുന്നുണ്ട്, അവൾ ചെയ്തത് തെറ്റായതുകൊണ്ട് എനിക്ക് അച്ഛനായ എനിക്ക് തെറ്റായി തോന്നി, അപ്പം പിന്നെ നാട്ടുകാർക്കും തോന്നുമല്ലോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ മൂപ്പര് സെൽഫായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മൂപ്പര് അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ടെമ്പർ വിട്ട സംസാരം കൂടി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നൊരാൾ ഏഷ്യാനെറ്റിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഒരു അവസ്ഥ പറഞ്ഞ് നിങ്ങൾ ജാസ്മിനോട് സംസാരിച്ച ആൾ തന്നെയാണോ ഇത് എന്നുള്ള ഡൗട്ട് ചെയ്യുകയും ചെയ്യും. വീണ്ടും സൈബർ പൊങ്കാല, പിന്നെ ഫേക്ക് അക്കൗണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊരു കാര്യമില്ല. സൈബർ പൊങ്കാല വീണ്ടും വരുള്ളൂ. ഞാൻ പറയുമ്പോൾ ബെറ്റർ ഡ്രോപ്പ് ചെയ്തു. എന്തിനാ ചുമ്മാ, അതൊരു ഗെയിം, ആ ഗെയിം റിലേറ്റഡ് ആയിട്ട് ഇവിടെ കുറേ കണ്ടൻറ്റുകൾ അതങ്ങനെ പോവും. എൻഡ് ഓഫ് ദ ഡേ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ ടാഗും ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ പേരും കൂടുതൽ വിസിബിലിറ്റിയിൽ കയറി പോവുകയല്ലേ ചെയ്യുന്നത്. ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയ്ക്ക് അത് ഒരു പരിധി വരെ നല്ലതല്ല, ഒരു പരിധിയേക്കാൾ നല്ലതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോൻ്റെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എവിടെ ഇരിക്കുന്നത് അറിയോ? 99% ഹെയ്റ്റുള്ളൊരു കണ്ടസ്റ്റൻ്റാന്ന് വിചാരിച്ചോ,
ഒരു പോയിന്റിൽ എവിടെയെങ്കിലും അവർക്ക് ഒരു പോസിറ്റീവ് സാധനം വന്നു കഴിഞ്ഞാൽ മക്കളെ 99 പോസിറ്റീവോ. അതാണ് ആ ഷോ. ജാസ്മിൻ ഇപ്പോൾ ഉള്ള സംഗതി നോക്കണ്ട, സംഗതി മാറും. പിന്നെ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഗബ്രിയുമായിട്ടുള്ള ആ ഒരു എന്താണോ റിലേഷൻഷിപ്പ് അത് അവിടെ ഡ്രോപ്പ് ചെയ്ത് കംപ്ലീറ്റ് നീ കണ്ടാൽ മിണ്ടാതിരിക്കും അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ നോക്ക്, അവരാ പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അതായത് അവർക്ക് കൺവേ ആയ ഒരു കാര്യം, ഒപ്പം ഇരിക്കുന്നതും തൊടുന്നതും ഉമ്മ വയ്ക്കുന്നതും കടിക്കുന്നതും ഒക്കെയാണ് പ്രശ്നം, അപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കാം, ബട്ട് സംസാരിക്കും, ഫ്രണ്ടായിട്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. ആ സാധനങ്ങളൊക്കെ ഇപ്പോഴും അവർ പിടിച്ച് പോകുന്നുണ്ട്. ഓക്കെ, ആ സാധനങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇനി ഇത് പറ്റ ഡ്രോപ്പ് ചെയ്ത് വേറൊരു കളി ജാസ്മിൻ കളിക്കുന്നു ആരും വിചാരിക്കണ്ട. അവർ ഈ സാധനം കളിക്കും. ഇനിയിപ്പോൾ ഗബ്രിയായിട്ട് മാറിപ്പോയാൽ ചിലപ്പോൾ മാറുന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു എന്താ പറയുക എൻറ്റയർ ഇഗ്നോറൻസ് വരുന്നത്. ബട്ട് കൺവേ ആയ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഈ സംഗതി, പിന്നെ വീടിനകത്തുള്ളവരും പറയുന്നുണ്ടല്ലോ ക്യാമറയുടെ മുന്നിൽ കാണിക്കേണ്ടതായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ട്, ഇന്നലെ ഇവർ അൻസിബൊക്കെ പറഞ്ഞ കാര്യം ഇതൊരു സദാചാര സാധനമാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ മനസ്സിലായിട്ട് അല്ലെങ്കിൽ ഉപ്പ വിളിച്ച കോളിൽ കൺവേ ആയപ്പോൾ ഡെഫിനറ്റ്ലി അത് കൺവേ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 മിനിറ്റ് കൊണ്ട് ഇത് പറയാൻ പറ്റൂ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയരുത് എന്ന് പറഞ്ഞു എന്നാണ് ഇന്നലെ ഏഷ്യാനെറ്റ് പറഞ്ഞത്. ലാലേട്ടനതല്ലേ പറഞ്ഞത്, അവരുടെ താല്പര്യമായിരുന്നു ഇത് പുറത്ത് വിടരുത് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ തന്നെ അപ്പുറത്ത് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പുറത്ത് വിട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ലല്ലോ, അങ്ങനെ ചോദിക്കാമല്ലോ വ്യൂവേഴ്സിന്. അപ്പോൾ ഒരു സൈഡിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ ഇത് ബെറ്റർ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല പരിപാടി ഇതാണ്. ഓക്കെ, ഇന്നത്തെ പ്രമോയിലും എന്തൊരു ജാസ്മിൻ റിലേറ്റഡ് സാധനം ഉണ്ട്. ജാസ്മിൻ റെഡ് എനിക്ക് റോക്കിക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ പറയാൻ പാടില്ല. കൊടുക്കൂ. അല്ല എന്താ റോക്കി കൊടുക്കണോണ്ട് റോക്കി കൊടുക്കൂ. സുരേഷ് ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ റോക്കിക്ക് തന്നെ തന്നേനെ. എന്നാ പിന്നെ ആദ്യമേ അത് പറഞ്ഞാ പോരെ. അത് ശരിക്കും നല്ല ഗെയിമാണോ കളിച്ചത്? ഞാൻ പറയാൻ വന്നത് ഇതിന് ജെനുവിനായിട്ടൊരു കാര്യം പറയാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ. എന്താണ് നിങ്ങൾക്ക് ഇത്ര പറയാൻ മടി? ബിഗ് ബോസ് മലയാളം പ്രമോ ഇസ് നോട്ട് എ പ്രോമിസ്. ഞാൻ അഗെയിൻ പറയുന്നു, ഇത് ജാസ്മിനെ ലാലേട്ടൻ വറുത്തതാണോ പൊരിച്ചതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലർക്കും വരും. അതൊക്കെ ഇനി നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റും. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ജാസ്മിൻ്റെ ഉപ്പ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണേ അങ്ങേർക്ക്. അതായത് ആ ഗെയിം മുന്നോട്ട് 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ, എത്ര ആഴ്ചകൾ ഇനി എത്ര ദിവസങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. ജാസ്മിൻ കളിക്കും. ഞാൻ പറഞ്ഞല്ലോ ഗെയിമിൻ്റെ കാര്യത്തിൽ ജാസ്മിൻ കട്ടപ്പയാണ്. ജാസ്മിന് കപ്പടിച്ചാൽ മതി. കപ്പടിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പോവും. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ പോവും. പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. കാരണം ആ വോയിസ് പുറത്ത് വിടാത്തോളത്തോളം കാലം ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ട് കപ്പടിച്ചു എന്നുള്ള നിലയിലാവും. കപ്പടിച്ചില്ലെങ്കിൽ അടക്കം ടോപ്പ് 5 എന്താണെങ്കിലും ജാസ്മിൻ ഉണ്ടാവും. കാരണം അതിനുള്ള ഗെയിമർ ജാസ്മിൻ ഉണ്ട്. ഗെയിമറാണ് ജാസ്മിൻ, അത് ഉറപ്പാണ് ആ കാര്യം. ഓക്കെ, ഈവൻ ഈ ഗെയിം നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു ഗെയിം കളിക്കും, ഒരു ലവ് സ്ട്രാറ്റജി കളിച്ചാലോ അതിലെന്തെങ്കിലും ഒരു നെഗറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു അലാം തരുന്ന പോലെ പുറത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ ഒന്ന് അലാം ചെയ്യണം. പല രീതിയിൽ ഈ സാധനം പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്കിത് ഊഹിക്കാൻ പറ്റില്ല. കാരണം ഓരോ കൊല്ലവും ബിഗ് ബോസ് ഇവോൾവ് ചെയ്യുകയാണ്. പല രീതിയിലുള്ള കോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു മത്സരാർത്ഥി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയിലോ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് അതൊക്കെ ചെയ്യും. അതൊക്കെ എല്ലാ ബിഗ് ബോസിൻ്റെ സീസണുകളിലും എല്ലാ കണ്ടസ്റ്റൻസും എല്ലാ ഭാഷകളിൽ വന്ന ബിഗ് ബോസിനും ചെയ്തിട്ടുള്ള പരിപാടികളാണ്. സോ വ്യൂവേഴ്സ് എന്നുള്ള നിലയ്ക്കും അല്ലെങ്കിൽ ഇത് കണ്ടിട്ടൊരു അഭിപ്രായം പറയുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കും ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതും കൂടെയുള്ള നമ്മുടെ പരിപാടി. ആ കണ്ടുപിടിക്കലിൻ്റെ ഭാഗമായിട്ട് സ്കീ ഐസ്ക്രീമിൻ്റെ ഒരു ഐസ്ക്രീം തല്ല് നടന്നല്ലോ അവിടെ. പിന്നെ ലാലേട്ടൻ വന്നപ്പോഴും സ്കീ ഐസ്ക്രീമിൻ്റെ ഒരു മെയിൻ സാധനം നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഗബ്രി സ്കീ ഐസ്ക്രീമും തമ്മിൽ വേറൊരു ബന്ധമുണ്ടേ. ഈ ഒരു ഡിജിറ്റൽ എറയിൽ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറാണ് റിയൽ ലൈഫ് കോൺവെർസേഷൻ. ഒരു സംഭവമുണ്ട്.
ഇവിടെ കള്ള ഗബ്രി സ്കീ ഐസ്ക്രീമിന്റെ ഹാപ്പി കോൺവെർസേഷൻ റിയൽ ലൈഫിലും ഒക്കെ. പുറത്ത് ഇങ്ങനെ ഒരു ആഡും അകത്തത് എക്സ്പീരിയൻസ് ചെയ്യുക. അവിടെ മറ്റേ ടാസ്ക് വിളിക്കുന്നു, സ്കീ ഐസ്ക്രീം ജയിക്കുന്നു, ഫോണില്ലാത്തത് കൊണ്ട് അവിടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു. ഓഹോ കൊള്ളാം. ഞാൻ വെറുതെ പറഞ്ഞാട്ടാ, എനിക്കൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നി ഈ സംഗതി. കാരണം അവിടെ സ്പോൺസർ സ്കീ ഐസ്ക്രീമാണ്, ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഒരു ആഡിൽ അഭിനയിക്കുന്നത്. അത് ഓൾമോസ്റ്റ് സെയിം തിങ് അല്ലേ. ബിഗ് ബോസിനകത്ത് ഫോണും സാധനങ്ങളൊന്നും ഇല്ല. ഇത് ഫോൺ എടുത്ത് വെച്ചിട്ട് അവിടെ സംസാരിക്കാനുള്ള ഒരു വഴി, സ്കീ ഐസ്ക്രീമിൻ്റെ ഒരു ടാസ്ക്. കൊള്ളാം. എന്തൊക്കെയോ എന്തരോ